നമസ്കാരം. മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയേക്കുമെന്ന് US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു എന്ന US ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ആക്രമണ സാധ്യതയെ തുടർന്ന് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇറാനിലും ഇസ്രയേലിലുമുള്ള തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച മുൻപ് 7 ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിന്റെ മണ്ണിൽ നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനത്ത് ഇറാൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ കമാൻഡർമാരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്തിരുന്നു. വെള്ളിയാഴ്ചയോടെ ഇസ്രയേലിനെതിരെ വലിയൊരു ഇറാനിയൻ ആക്രമണം പ്രതീക്ഷിക്കുന്നതായി 2 US ഉദ്യോഗസ്ഥർ CBS ന്യൂസിനോട് പറഞ്ഞു. ഇസ്രയേലിനുള്ളിലെ സൈനിക ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ട് 100-ലധികം ആത്മഹത്യാ ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളും ഇറാൻ തൊടുത്തേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും വലിയ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് ഇസ്രയേലികൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ഇറാനിയൻ ആക്രമണത്തോടുള്ള പ്രതികരണത്തെക്കുറിച്ച് അടുത്ത അമേരിക്കൻ സഖ്യകക്ഷിയുമായി ഏകോപിപ്പിക്കാൻ ഈ ആഴ്ച ഒരു മുതിർന്ന ജനറലിനെ ഇസ്രയേലിലേക്ക് US അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ഉന്നത സൈനിക ഓഫീസർ പറഞ്ഞത്, ഞങ്ങൾ ശരിക്കും യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത്, മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ ഇസ്രയേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് എല്ലാ ഇന്ത്യക്കാരോടും നിർദ്ദേശിക്കുന്നതായും നിലവിൽ ഇറാനിലോ ഇസ്രയേലിലോ താമസിക്കുന്ന എല്ലാവരും അവിടെയുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് സ്വയം രജിസ്റ്റർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും അവരുടെ സുരക്ഷയെക്കുറിച്ച് പരമാവധി മുൻകരുതലുകൾ നിരീക്ഷിക്കാനും അവരുടെ ചലനങ്ങൾ പരമാവധി പരിമിതപ്പെടുത്താനും അവരോട് അഭ്യർത്ഥിക്കുന്നുവെന്നുമാണ്. ഇതുവരെ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയ രാജ്യങ്ങൾ US, ജർമ്മനി, ഫ്രാൻസ്, UK, ഇന്ത്യ, റഷ്യ, നോർവേ എന്നീ രാജ്യങ്ങളാണ്. ഏതായാലും വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.